ഇവിടെ UDFന്റെ പ്രതിനിധി കുഞ്ഞാക്കാന്റെ കാലത്ത് എന്തോ വികസനങ്ങൾ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ മാനവേദൻ സ്കൂളുണ്ട്. ആ മാനവേദൻ സ്കൂളില് ഈ കാണുന്ന നിലവാരത്തിലേക്ക് ഉയർന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ്. ഇപ്പോ നമ്മുടെ റോഡ്, പൊതു സംവിധാനങ്ങൾ, ഇപ്പൊ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലത്ത് 2 മണിക്കൂർ വേണ്ടത് ഇന്ന് 1 മണിക്കൂറിനുള്ളിലെത്താം. ആ രീതിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഈ നാടിനകത്ത് നടന്നിട്ടുണ്ട്. ഇവിടെ ഇത് കുഞ്ഞാലിയുടെ ഫണ്ടാണ്. ഇവിടെ ആദിവാസി സമരത്തിന്റെ കാര്യം പറയാണ്. എന്ത് റോഡ്? ഈ റോഡ് ഈ റോഡിനെ കുറിച്ച് വീതി കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ റോഡ് നിങ്ങൾ വിഷയത്തിൽ മാറണ്ട. നിങ്ങൾ കച്ചറ ഉണ്ടാക്കിയത് കൊണ്ട് ഈ നാടിനകത്ത് നടന്നിട്ടുള്ള വികസനങ്ങൾ മാറാൻ കഴിയില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ ഈ ചർച്ച അലമ്പാക്കിയത് കൊണ്ട് ഈ നാടിനകത്ത് നടന്നിട്ടുള്ള വികസനങ്ങൾ മറച്ചു വെക്കാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്കൊന്നുമില്ല. നിങ്ങൾ നോക്ക്, അമരമ്പലം മലയോര പാത, തീരദേശ ഹൈവേ നോക്ക്, തീരദേശ ഹൈവേ നോക്ക്. ഒരു തർക്കത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ്, രമ്യതയുള്ള സ്ഥലമാണ്. ഈ റോഡ് നിലമ്പൂർ വളരെ രമ്യതയിൽ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മറുപടി, ഇവിടെ മറുപടി. ഒരു നിമിഷം ഇതിന് മറുപടി പറയാം. അതിന് മറുപടി പറയാം. ഒരു നിമിഷം. ചോദ്യം കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? ചോദ്യം പൂർത്തീകരിക്കും. ചോദ്യം കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? അല്ല, ഇവിടെ നെഞ്ചങ്കോട് പദ്ധതിയുടെ കാര്യം പറയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം ദേശീയപാത അടക്കം വേണ്ട എന്ന് വെച്ച് പൂട്ടിപ്പോയവരല്ലവര്. അതുകൂടെ നടപ്പിലായില്ലേ? എന്നിട്ട് ഇവിടെ പറയാ പിണറായി. ഇവര് പറയുന്ന പിണറായി എന്താണ്? ഇവര് സൂചിപ്പിക്കുന്ന പിണറായി എന്താണ്? ഇവിടുത്തെ പാവപ്പെട്ടവൻ പഠിക്കുന്ന സ്കൂളിന്റെ ഗുണനിലവാരം. മാനവേദൻ ഹൈസ്കൂൾ. എനിക്ക് ഒരു നിമിഷം. ഇവിടുത്തെ വലിയ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടാണ്. മാനവേദൻ സ്കൂൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്തു? ഞാൻ പറയട്ടെ. ശരി, അങ്ങ് പറയും. പിണറായിസം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യം? പറയട്ടെ. ഇവിടെ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഈ രണ്ടും ഒന്നാണ്. പറയട്ടെ, ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം, എല്ലാത്തിനും മറുപടി പറയാം. പറയൂ. ഇവര് രണ്ടും ഒന്നാണ്. ഒന്ന് അഖിലേന്ത്യാ തലത്തിൽ വിദ്വേഷം വളർത്തുന്നവരാണ്. അംബേദ്കർ കോളനിയിൽ നിന്നൊരു പെൺകുട്ടി തന്റെ പുസ്തകം മാറോട് ചേർത്ത് പിടിച്ച് ഓടുന്ന ഒരു ചിത്രം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അത് ബുൾഡോസർ രാജായിരുന്നു. ഒരു ഭാഗത്ത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഐക്യം തകർക്കാനുള്ള നീക്കത്തിലൂടെ രാഷ്ട്രീയ ലാഭം കൊതിക്കുന്ന BJP, മറുഭാഗത്ത് ഇവിടെ മലപ്പുറം ജില്ലയിൽ 150 കിലോഗ്രാം സ്വർണം, അതുപോലെ 123 കോടി രൂപയുടെ ഹവാല പണം മലപ്പുറം ജില്ലയിലേക്ക് വന്നത് ആന്റി സ്റ്റേറ്റ് ആൻഡ് ആന്റി നാഷണൽ ആക്ടിവിറ്റി എന്നതിനു വേണ്ടി മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കാൻ ദ ഹിന്ദു എന്നറിയപ്പെടുന്ന ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകിയത് അമിത്ഷയെയും അതുപോലെ നരേന്ദ്രമോദിയെയും പ്രീണിപ്പിക്കാൻ ദ ഹിന്ദുവിൽ ഡൽഹിയിൽ പോയി അഭിമുഖം നൽകി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇവരൊന്നാ 48 തവണ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുപ്രീം കോടതി ഒരേ ഒരു കേസാണ് മാറ്റിവെച്ചത്. അത് SNC ലാവ്ലിൻ കേസാണ്. EDയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവരുടേത് ചില കോംപ്രമൈസ് ടോക്കിലേക്ക് എത്തും. ഇപ്പൊ തൃശൂർ പൂരം കലക്കിയാണ് ഒരു MP-യെ CJP ഉണ്ടാക്കിയത് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളല്ലല്ലോ അത് പറഞ്ഞത്. അത് പറയുന്നത് പൊതുസമൂഹം മാത്രമല്ല, CPI ഉൾപ്പെടെയുള്ള കക്ഷിയുടെ നേതാക്കന്മാർ ഈ അഭിപ്രായം പറയാം. സുനിൽകുമാർ തന്നെ അഭിപ്രായം പറയൂ. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരട്ടെ, മുഴുവനാക്കട്ടെ. ഞാൻ മിണ്ടാകുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഇവിടെ 77-ന് ശേഷമാണ് വികസനം വന്നത്. ഇപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കാൻ. മാനവേദനെ കുറിച്ച് പറഞ്ഞു. ആ മാനവേദൻ സ്കൂളിനകത്തേക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷുകാരെ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക മാത്രമല്ല ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൈപ്പത്തിയിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഇന്നലത്തെ ചെയർമാൻ, നമ്മുടെ നഗരസഭയുടെ പിതാവ്, മുനിസിപ്പാലിറ്റിയുടെ പിതാവ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയാണ്. ഓരോ പദ്ധതികൾ പറയട്ടെ. ഈ പദ്ധതികളൊക്കെ നടപ്പാക്കി തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് തോറ്റുപോയി. ഞാനത് ചരിത്രമായതുകൊണ്ട് പറഞ്ഞാണ്. എന്നോട് തോറ്റുപോവുകയല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷുകാരെ കൊണ്ടുവരാൻ
കേരളത്തിനകത്തല്ല, ഇന്ത്യയിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? 40 വയസ്സായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മിനിമം 4ാം ക്ലാസ് വിദ്യാഭ്യാസമെങ്കിലും എത്തിക്കണം എന്ന ഒരു തീരുമാനമെടുത്ത ആളുണ്ടോ? സ്ത്രീകൾ, പെൺകുട്ടികൾ, നേരത്തെ കല്യാണം കഴിച്ചു പോയവർക്ക് വീണ്ടും പഠിക്കാനുള്ള അവസരവുമായി ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് നടപ്പാക്കിയ ഒരു പഞ്ചായത്തെ അധിപനെ കാണിക്കാൻ സാധ്യമാണോ? ഇല്ല. അതുകൊണ്ട് അയാൾക്ക് വോട്ട് കിട്ടുമെന്ന് പറയുന്നത് ഇവിടെ മത്സരിക്കാൻ ആളില്ലാത്ത അതുകൊണ്ടാ. അതിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥി CPM-നുമില്ല, BJP-ക്കുമില്ല. ഇവർ പ്രതീക്ഷിച്ചത് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും പാലക്കാട് മോഡൽ വരുമെന്നാണ്. ആ വെള്ളമങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ നിന്ന് ഒരാളെയും പ്രതീക്ഷിക്കേണ്ടത് മാത്രമല്ല, കെട്ടിവെച്ച കാശ് ഈ നിലമ്പൂരിന്റെ മക്കൾ നൽകില്ല. അത് കാണാനിരിക്കുന്നതാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസമാണ്. ഇനി ചോദ്യത്തിന് മറുപടി പറയട്ടെ. ചോദ്യത്തിന് മറുപടി അതാണ് ആ സമയത്ത് അടുത്ത ബ്രേക്കിലേക്ക് പോകാനുള്ള സമയം. അത് ഞാൻ പറഞ്ഞു. ഞാൻ വികസനം പറയാം. ഇവിടേക്ക് നമ്മുടെ പാലങ്ങൾ കൊണ്ടുവന്നു, സ്കൂളുകൾ, ജില്ലാ ആശുപത്രി, താലൂക്ക് ഹോസ്പിറ്റൽ, എല്ലാ പഞ്ചായത്തുകളുടെ മുഴുവൻ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ. താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് ഡയാലിസിസ് ആദ്യമായി താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് കേരളത്തിന്റെ ചരിത്രത്തിലെന്നല്ല, കേരളത്തിന്റെ ചരിത്രത്തിലെന്നല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ഫ്രീ ആയി നൽകിയ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടായെങ്കിൽ അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ്. അടുത്ത് പറയട്ടെ, നമ്മൾ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നല്ലോ. അത് UDF-ന്റെ ഗവൺമെന്റാണ് കൊണ്ടുവന്നത്. അനുമതി നൽകിയത് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിട്ടുള്ള കാലഘട്ടത്തിലാണ്. അതിന് ഒരു വാടക കെട്ടിടമല്ലാതെ സ്വന്തമായ ഒരു കെട്ടിടം നൽകാൻ 9 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇതാ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം എടുക്കണല്ലോ. നിലമ്പൂർ ബൈപ്പാസ് 36 കോടിയാണ് ഞങ്ങൾ. നാടുകാണി പരപ്പനങ്ങാടി റോഡ് UDF ആണ് തുടക്കം കുറിച്ചത്. 175 കോടി അതിൽ നിന്ന് വെട്ടി. അത് ഒന്നും തന്നെ ഇപ്പൊ നടപ്പാക്കുന്നില്ല. നഞ്ചൻകോട് റെയിൽവേ നടപടി ഞങ്ങൾ തുടങ്ങി, 2 കോടി നീക്കിവെച്ചു. അത് അവിടെ വെച്ച് നിന്നു, ഇപ്പോഴില്ല. മലയോര ഹൈവേ UDF തുടങ്ങി, നടന്നിട്ടില്ല. പ്രളയം വന്നപ്പോ കനോലി പ്ലോട്ട് നശിച്ചുപോയി. ഇതുവരെ അതൊന്ന് തിരിച്ചു വെക്കാൻ പോലും നമ്മുടെ പിണറായിയുടെ കുട്ടികൾക്ക് സാധ്യമായിട്ടില്ല. കവളപ്പാറ ദുരിതബാധിതരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. സംരക്ഷിക്കാൻ ഒരാളുണ്ടായെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയും അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത്. ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി എന്നാണ് UDF പ്രതിനിധിയുടെ വാദം.